ചങ്കുകളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷാജി തന്നെയാണ് വിഷയം, വേറൊരു വിഷയമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെൻഡിങ് നമ്പറായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ഷാജിയുടെ ആ ഒരു ഇൻ്റർവ്യൂ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഒരു സ്ത്രീ എങ്ങനെ ആവരുത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഷാജിയുടെ ഇൻ്റർവ്യൂ കണ്ടാൽ മതി എന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി സ്ത്രീകളുണ്ട്. ഭർത്താവ് നഷ്ടപ്പെട്ടവരുണ്ട്, ഭർത്താവ് പിന്നെ കടം കാരണം ഓടിപ്പോയവരുണ്ട്, കുടുംബത്തെ ഉപേക്ഷിച്ച് ഓടിപ്പോയവരുണ്ട്. ഇങ്ങനെ നിരവധി സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു കല്യാണം അല്ലെങ്കിൽ വീണ്ടും ഒരു സുഖ ലൈഫ് ഇതൊന്നുമല്ല അവർ നോക്കുന്നത്. അവരെന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയ ആ മക്കളെ അവർ പൊന്നുപോലെ നോക്കിയിട്ട് ഒരാളുടെ പോലും സഹായമില്ലാതെ 3-4 പെൺമക്കളെ മാത്രം, അതായത് പെൺകുട്ടികൾ ആയതുകൊണ്ട് മാത്രം ഉപേക്ഷിച്ച് പോയ തന്തമാരുണ്ട്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. പെൺകുട്ടികളായതുകൊണ്ട് മാത്രം ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്. കാരണം നിനക്കൊരാൺകുട്ടീനെ തരാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട്. ഇതാരുടെയെങ്കിലും തെറ്റാണോ? അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ ഇടയിൽ വളർന്നു വന്ന് നല്ല ജോലി നേടി നല്ല ഭർത്താക്കന്മാരെ നേടിയിട്ട് അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അതായത് ഉമ്മയ്ക്ക് അഭിമാനിക്കാനുള്ള വക കൊടുത്ത മക്കളുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മളെ ഇടയിലുണ്ട്. അപ്പോഴാണ് ഒരു സ്ത്രീ വന്ന് പറയുന്നത്, ഈ ഷാജു എന്ന് പറയുന്നത്, അതായത് എനിക്ക് പിന്നെ ഭർത്താവില്ലാത്തവൾ എന്നുള്ള ഒരു പേര്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ബാപ്പയില്ല എന്നുള്ള ഒരു പേര്, ഇതൊക്കെ കളയണം. അന്തസ്സോടുകൂടി പറഞ്ഞൂടെ, എൻ്റെ കുഞ്ഞുങ്ങളുടെ ബാപ്പ ഷാജി എന്നാണ്, അയാൾ ഈ ലോകം വിട്ടുപോയി, അന്തസ്സോടുകൂടി പറയാം. പക്ഷേ അതാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തനിക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. തനിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പുതിയൊരു ഭർത്താവിനെയാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ എന്ത് ത്യാഗവും ചെയ്യും എന്നുള്ളതാണ്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എൻ്റെ പൊന്നു സ്ത്രീയെ, നിങ്ങൾ രായിക്ക് രാമായണം പറയുന്നുണ്ടല്ലോ, ഈ ഷാജി എന്ന് പറയുന്നയാളുടെ സ്നേഹത്തെ പറ്റിയിട്ട് നിങ്ങൾ വാതൂരാതെ സംസാരിക്കുന്നുണ്ടായിരുന്നു പണ്ടൊക്കെ. ഈ ഷാജിയുടെ സ്നേഹത്തെ പറ്റിയും ഷാജിയുടെ കൂടെയുള്ള റീൽസും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇടുന്നുണ്ടായിരുന്നു. അല്ല, എന്തിനു വേണ്ടിയായിരുന്നു? ആ മനുഷ്യനോട് ഇച്ചിരിയെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ 5 മാസമൊക്കെ കഴിയുമ്പോഴേക്ക് ഒരുത്തനുമായിട്ട് ചാറ്റ് ചെയ്യുന്നത്, പൈസ വാങ്ങിക്കുന്നത്, പിന്നീട് അവനുമായിട്ട് കല്യാണം നടത്തുന്നത്. ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ വന്നിട്ട് എന്താ പറയുന്നത്? അതായത് ഞങ്ങൾ അതാ 5-6 ദിവസത്തെ ലീവിന് അയാൾ വന്നത്, ഞങ്ങൾ റൂം എടുത്ത് താമസിക്കുക ചെയ്ത വെളിയിൽ. അല്ല, ഞങ്ങൾ ഒരുമിച്ചല്ല താമസിച്ചതെന്ന് പിന്നെ പറയുന്നു. ഇതൊക്കെ ഉമ്മക്കറിയാം, പക്ഷെ ഉമ്മയൊന്നും പറയാറില്ല, ഉമ്മയൊന്നും ഇടപെടാറില്ല. അതായത് കുടുംബങ്ങൾ ഒരാൾ പോലും ഈ സ്ത്രീയുടെ കാര്യത്തിൽ ഇടപെടാറില്ല. അപ്പോൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയല്ലോ. അതായത് താന്തോന്നിയായിട്ട് വളരുന്നതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ പോലും അനുസരിക്കാതെ എൻ്റെ ഇഷ്ടമാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞ് വളരുന്ന ഒരു സ്ത്രീയാണ് ഇവർ. അതുകൊണ്ടാണ് ഉമ്മ പോലും ഇടപെടാത്തത്, മറ്റുള്ളവരാരും ഇടപെടാത്തത് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പല വോയിസ് ക്ലിപ്പുകളും വരുന്നുണ്ട്. അതായത് ഒരു ചങ്ങാതി എന്ന് പറയുന്നത് തെളിവ് സഹിതമാണ് വോയിസ് ക്ലിപ്പ് വിട്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ കൊടുത്ത പൈസയാണ്, ഞാനാണ് പൈസ കൊടുത്തിരിക്കുന്നത്, എൻ്റെ പൈസയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ 2 പേരുടെയും വോയിസ് ക്ലിപ്പ്. ഇനി അത് എൻ്റേതല്ല എന്നൊക്കെ വേണമെങ്കിൽ ഈ ഷാജിദക്ക് വന്നിട്ട് വേണമെങ്കിൽ സമർത്ഥിക്കാം. അതിലൊന്നും ഒരു കുഴപ്പമില്ല. കാരണം പക്ഷേ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും ഈ സ്ത്രീയുടെ തന്നെ വോയിസാണത്. എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു പയ്യനോട് അങ്ങനെ പൈസ വാങ്ങിച്ചു, ഈ താലി വാങ്ങിച്ചു, ലോക്കറ്റ് വാങ്ങിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് പറയുന്നുണ്ട് ഞാൻ മറ്റവനെ കല്യാണം കഴിക്കാൻ പോവുകയാണ്. പിന്നെ ഈ സ്ത്രീ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിൽക്കാൻ കഴിയുന്നില്ല. അതായത് ഒരുപാട് പേര് കല്യാണം കഴിച്ചതാണോ, കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്നതെന്ന്. അതായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരുപാട് വിധവകളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആരും ഇല്ലാത്തവരൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കല്യാണം കഴിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരാൾ പോലും വരാറില്ല. എന്തുകൊണ്ടാണ്? അവരൊന്നും അവരുടെ സ്വകാര്യമായ കാര്യങ്ങളൊന്നും ഒരാളോടും പറയാറില്ല. അതായത് നിങ്ങൾക്ക് ആദ്യമേ വേണമെങ്കിൽ പറയാമായിരുന്നു എനിക്ക് 5 മക്കളുണ്ട്, അമ്മാതിരി വർത്തമാനമൊന്നും പറഞ്ഞ് ആരും വരണ്ട എന്ന്. ഇപ്പോഴേ ഈയിടെ ഞാൻ ഒരു വീഡിയോ കണ്ടു. അതായത് ഡിഫറെൻറ്റ് ഇങ്ങനെ എന്തോ ഒരു അംസ എന്ന് പറയുന്ന ഒരു ചങ്ങായി വലിയ വീഡിയോ ആണ്. ആ വീഡിയോയിൽ ഞാൻ കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഉമ്മ, ആ ഉമ്മക്ക് 45 വയസ്സോളമായി. ആ ഉമ്മക്ക് ഇപ്പോഴും കല്യാണം കഴിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ അവരുടെ ഭർത്താവ് മരിച്ചു പോയതാണ്. ഭർത്താവ് മരിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഈ 2 മക്കളെ നല്ല രീതിയിൽ വളർത്തി അവർക്ക് 2 പേർക്കും ജോലിയായി, അവർ 2 പേരും വിവാഹം കഴിച്ചു. ഇപ്പോൾ 2 പേരും വിദേശത്തും സ്വദേശത്തും ഒക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കുകയാണ്. ഇപ്പോൾ ഈ അമ്മ ഒറ്റയ്ക്കാണ്. അപ്പോൾ അവർക്കൊരു കൂട്ട് വേണം. അതിനു വേണ്ടിയിട്ട് അവർ പറയുകയാണ് എനിക്കൊരു വിവാഹം കഴിക്കണമെന്ന്. അത് മാന്യത, അതാണ് മാന്യത.
അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിവാഹം കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ആൾക്കാരെ കിട്ടൂലേ, അല്ലാതെ ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും വന്നിട്ട് ഇങ്ങനെ വിളമ്പണോ? ഇപ്പോഴെന്ന് പറഞ്ഞാൽ സകല ചാനലുകളിലും കയറി ഇറങ്ങിയിട്ട് എല്ലാ വിധവകളും ഇങ്ങനെയാണെന്ന് പറഞ്ഞ് സമർത്ഥിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതായത് സകല വിധവകളും കല്യാണം കഴിക്കാൻ വേണ്ടി മുട്ടി നിൽക്കുന്ന പൊന്ന് സഹോദരി, ഒരു കാര്യം ആലോചിക്കണം. അതായത് ഈ വിവാഹബന്ധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിയല്ല, താങ്കൾക്ക് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല കേട്ടോ. അതായത് 5 മാസം കൊണ്ട് ഒരാളെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ഭയങ്കരപ്പെട്ട സ്ത്രീ തന്നെയാണ്. അതായത് നിങ്ങളിപ്പോൾ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ കഴിയിൽ നിന്നും നല്ലപോലെ പൈസ വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ പറയുന്നത് എന്താ, ഈ എനിക്ക് ഓപ്പറേഷന് വേണ്ടിയിട്ട് പൈസ തന്നത് അവനാണ്, അവൻ പൈസ തന്നിട്ടുണ്ട്, സബ്സ്ക്രൈബേഴ്സ് പൈസ തന്നിട്ടുണ്ട്. എൻ്റെ പൊന്നു സബ്സ്ക്രൈബേഴ്സുകളെ, നിങ്ങളൊരു കാര്യം ചെയ്യണം. അതായത് ഇപ്പോഴും ഞാനൊരു വീഡിയോ കണ്ടിട്ട് വരികയാണ്. ആ വീഡിയോയിലെന്ന് പറഞ്ഞത് 2 കുട്ടികൾ, അച്ഛനില്ല, ഈ അമ്മ പിന്നെ ജോലി ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ 2 കുട്ടികളും കിഡ്നി പേഷ്യൻ്റാണ്. അവർക്ക് ആഴ്ചക്ക് പിന്നെ 1000 ഉറുപ്പ്യ വേണമായിരുന്നു. അതിനു വേണ്ടിയിട്ട് അവർ ഒരു വീഡിയോ ചെയ്തിരിക്കുകയാണ്. അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ അയച്ചു കൊടുക്കുക. എന്തിനാണ് ഇങ്ങനെ ദൂർത്തടിക്കാൻ വേണ്ടിയിട്ട്, കാമുകന് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കെട്ടാൻ പോകുന്ന ഭർത്താവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ ഈ യത്തീമായ കുട്ടികൾ 5 കുട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്? ശരിക്കും ഈ പൈസ യത്തീമായ കുട്ടികൾക്ക് കിട്ടുന്നുണ്ടോ? ഒരിക്കലും കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ആ കുട്ടികൾക്ക് ഈ പൈസയൊന്നും കിട്ടുന്നില്ല. ആ കുട്ടികൾക്ക് എവിടുന്ന് പൈസ കിട്ടാനായിരുന്നു? ഈ സ്ത്രീ എന്ന് പറയുന്നത് വയനാടും അതുപോലെ തന്നെ എറണാകുളവും അവിടെ ഇടിയൊക്കെ എന്ന് പറയുന്നത് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നുണ്ട്. അവിടെ പോകാൻ തന്നെ എന്ന് പറഞ്ഞാൽ നല്ല ചിലവില്ലേ? ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ തന്നെ നമ്മൾ പോകുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എത്ര വലിയ ഫ്രണ്ട്സ് ആയാലും നമ്മളെ ഷെയർ നമ്മൾ കൊടുക്കണ്ടേ? അങ്ങനെയൊക്കെയാണ് ഈ സ്ത്രീ പറയുന്നത്. ഏതായാലും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബഷീർ ജീവിക്കുന്നില്ലേ എന്നാണ് ഈ സ്ത്രീ പറയുന്നത്. അതായത് ഈ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജീവിക്കുന്നതാണ് ജീവിതം, അല്ലാതെ നിങ്ങളൊന്നും ജീവിക്കുന്നതല്ല, നിങ്ങളൊക്കെ ജീവിക്കുന്നത് വെറും മടയത്തരമാണ് എന്നുള്ള തരത്തിൽ ജീവിതം മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് ഈ സ്ത്രീ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീയെ അനുകൂലിക്കുന്ന കുറച്ച് കണ്ണാപ്പികളുണ്ട്. ഈ കണ്ണാപ്പികളോട് എനിക്ക് പറയാനുള്ളത്, ദൈവത്തെ ഓർത്തിട്ട് നിങ്ങൾ ഈ സ്ത്രീയുടെ വീഡിയോ കണ്ടിട്ട് ഇതുപോലൊന്നും അനുകരിച്ചേക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നുമല്ല ജീവിതം. അവിടുന്ന് ഈ സ്ത്രീ പറയുന്നത് പോലെ എല്ലാ വിധവുകളും കെട്ടാൻ മുട്ടി നിൽക്കുന്ന ടീമൊന്നും അല്ലായിരുന്നു. എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരുണ്ട്, അകാലത്തിൽ എന്ന് പറഞ്ഞാൽ ഭർത്താവ് നഷ്ടപ്പെട്ടവരുണ്ട്, പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കടം കയറിയിട്ട് പിന്നെ പോയവരുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അന്നേരം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിനാണ് ഭർത്താക്കന്മാർ അങ്ങനെ ചെയ്യുന്നത് എന്ന്. ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആണുങ്ങൾ എന്നുള്ള ഇതിൽ അവർക്ക് പിടിച്ചു വയ്ക്കാൻ കഴിയില്ല. പക്ഷേ സ്ത്രീകളാകുമ്പോൾ പിന്നീട് എന്ന് പറഞ്ഞാൽ അവരെ കടക്കാർ ബുദ്ധിമുട്ടിക്കത്തില്ല ഒരിക്കലും. അതായത് ഒരുപാട് കടമുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു വഴി ആരെങ്കിലും കാണിച്ചു കൊടുക്കും എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവിടെയാണ് ഈ സ്ത്രീ വന്നിട്ട് വളരെ മോശമായ രീതിയിൽ സ്ത്രീകളെ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചിരുത്തുന്ന തരത്തിൽ സംസാരിക്കുന്നത്. ഏതായാലും ഇതിനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് സബ്സ്ക്രൈബേഴ്സ് എങ്കിലും അനങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ സ്ത്രീനെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഞാനടക്കം സപ്പോർട്ട് ചെയ്തതാണ്, ഞാനടക്കം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതാണ്. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി ഫേക്കാണ്. അതായത് വെറുതെ പറയുന്ന കാര്യങ്ങളൊക്കെ വെറുതെ പറയുന്നതെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ, അറിഞ്ഞ സബ്സ്ക്രൈബ് ചെയ്തോ. ബാറായിട്ട് നമുക്ക് വരാം, അടുത്ത കണ്ടൻറ്റുമായിട്ട് വരാം. നന്ദി, നമസ്കാരം.